നമുക്കിന്ന് തക്കാളി കൊണ്ട് ഒരു ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ തക്കാളിയിലുണ്ടായ തക്കാളിക്കയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിക്കയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 തക്കാളിക്ക നന്നായിട്ട് പഴുത്ത 5 തക്കാളിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി അരിഞ്ഞ് കൊണ്ടുവരാം. തക്കാളിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് കുറച്ച് എരിവേ ഉള്ളെങ്കിൽ 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് 1 പച്ചമുളകോ 2 പച്ചമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോഴേ ഈ പച്ചമുളകിന് എരിവെന്ന് പറയുന്നത് ഒട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ 4 പച്ചമുളക് ചേർത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ കൂട്ടാനായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. വെള്ളം ഒഴിക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇളക്കി കൊടുത്ത് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് തേങ്ങയാണ് ആദ്യമായിട്ട് എടുക്കേണ്ടത്. ഇത് ഒരു ചെറിയ മുറി തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം ഉള്ളി, പിന്നീട് ഈ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നീട് മുളക് പൊടി അവരവരുടെ എരിവിന്റെ ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാം. ജീരകം, ഈ കൂട്ടാന് ജീരകം നിർബന്ധമാണ്. നന്നായിട്ട് ചെറിയൊരു സ്പൂൺ ജീരകം മതി. പക്ഷേ ജീരകത്തിന്റെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിലേ കൂട്ടാനൊരു സ്വാദ് വരത്തുള്ളൂ. ഇതിനി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. തക്കാളിക്ക കറി വെക്കുന്നതിനായിട്ട് തക്കാളിക്ക നന്നായിട്ട് പഴുത്ത തക്കാളിക്ക വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പുളി കൂടുതലായിരിക്കും. പുളി ഇഷ്ടമല്ലാത്തവർക്ക് കൂട്ടാൻ്റെ സ്വാദ് പിടിക്കത്തില്ല. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളിക്ക ആയതുകൊണ്ട് ഒട്ടും പുളിയില്ല. നല്ല ഒരു മധുരത്തിനോടടുത്ത ഒരു ടേസ്റ്റാണുള്ളത്. അതുകൊണ്ട് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. തക്കാളിക്ക കറിക്കുള്ള അരപ്പ് തയ്യാറായി. ഇനി നമുക്ക് തക്കാളിക്ക വെന്തോ എന്നൊന്ന് നോക്കാം. തക്കാളിക്ക നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരപ്പ് ബാക്കിയുണ്ട്. ഇത് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കിയെടുക്കാം. ഒറ്റയടിക്ക് തിളയ്ക്കാനായിട്ട് കൊടുക്കരുത്. തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പീരയും വെള്ളവും വേറെ വേറെയായി കറി കാണാനും കഴിക്കാനും ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. സ്വല്പം ഉലുവാപ്പൊടി മതി. 2 ഞുള്ള്. കറി നന്നായിട്ട് ചൂടായി പതുക്കെ തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇനി നമുക്ക് ഇതങ്ങ് വാങ്ങി കടുക് വറുത്ത് ചേർക്കാം. കടുക് വറുക്കുന്നതിനായിട്ട് നമ്മൾ ഒരു
പാത്രം വെച്ചു. ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് കടുക് വറുക്കുന്നതിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, സ്വല്പം മതി. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുന്നു. നമുക്കിതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്ത് ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പെല്ലാം പാകത്തിനാണ്. പുളിയും പാകത്തിനേ ഉള്ളൂ. നല്ലൊരു മധുരത്തോടു കൂടിയ ഒരു പുളിയാണ്. നല്ലൊരു ടേസ്റ്റാണ്. ഈ കൂട്ടാന് ചോറുണ്ണാനായിട്ട് നല്ലൊരു കറിയാണ്. ഇതിന്റെ കോമ്പിനേഷനായിട്ട് നാരങ്ങാച്ചാറും സ്വല്പം തൈരും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാലാകും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ തക്കാളിക്ക കൂട്ടാന് വേറൊരു പാത്രത്തിലോട്ട് എടുത്തു. വളരെ സ്വാദുള്ള കൂട്ടാനാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതണം.